ഹലോ! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്തുതിയുടെ വീഡിയോ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ക്ലോത്തിങ് സെക്ഷൻ്റെ വീഡിയോ ഞാൻ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പോയത് നമ്മുടെ പാൻസ് ഉണ്ടല്ലോ, സ്ട്രെയിറ്റ് ഫിറ്റ് പാൻസിൻ്റെ ആ ഒരു സെക്ഷനിലേക്കാണ്. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 400 ആണ്. നല്ല മെറ്റീരിയലിൽ പല പല ഡിസൈൻസ്, അതായത് ഏറ്റവും താഴെ ആംഗിളിൽ നല്ല നല്ല പ്രിൻസ്, ബട്ടൺസും അല്ലെങ്കിൽ ലേസ് വർക്കൊക്കെ കൊടുത്തിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ല ബ്രീത്തബിൾ ഫാബ്രിക്കിലൊക്കെയാണ് ആ പാൻസ് വരുന്നത്. 400-ന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ബേസിക് കളേഴ്സാണ് അവിടെ കിടക്കുന്നതിൽ മിക്കതും. അപ്പോൾ നമുക്ക് ഏത് കുർത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ഷർട്ടിൻ്റെ കൂടെ, കുറച്ച് ലോങ് ആയിട്ടുള്ള ഷർട്ടിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാനായിട്ട് നല്ലൊരു ഇതായിട്ട് തോന്നി എനിക്ക്. പിന്നെ ഹക്കോബ ഇത്തവണ നല്ല ട്രെൻഡിൽ നിൽക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഫുൾ ഹക്കോബയുടെ ഒരു മയം സുഡിയോയിൽ കണ്ടിരുന്നു. നമ്മുടെ ക്രോപ്പ് ടോപ്പിലാണെങ്കിലും പിന്നെ പലാസോ ആയിട്ട് കണ്ടു, സ്കേർട്ട്, ഷോർട്ട്സ്, അങ്ങനെ എല്ലാത്തിലും ഹക്കോബ ഉണ്ടായിരുന്നു. പിന്നെ ഈ കണ്ട ഒരു ബ്ലാക്ക് പലാസോ, അതായത് സ്കേർട്ട് പലാസോ എന്ന് നമുക്ക് വിളിക്കാം, കാരണം നല്ല വിരിവുണ്ട് അതിന്. അതിൻ്റെ നീന്ന താഴത്തേക്ക് നല്ല പാറ്റേൺ അവർ കൊടുത്തിട്ടുണ്ട്, ത്രെഡ് വർക്കാണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ക്രോപ്പ് ടോപ്പ് ഒക്കെ കൊടുത്ത് പെയർ ചെയ്തിട്ട് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കാണാനായിട്ട്. പിന്നെ ഇതും വീണ്ടും ഒരു ഹക്കോബയുടെ ഒരു നീ ലെങ്ത് വരുന്നൊരു ഫ്രോക്ക്, അതിനൊരു ബെൽറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് കളേഴ്സ്, ബ്ലാക്ക് വൈറ്റ് അങ്ങനെയൊക്കെ എടുക്കുകയാണ്, വേറെ പ്രിൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സുഡിയോന്നാണ് ഇതെടുത്തതെന്ന് എന്തായാലും ആരും അറിയില്ല. നമുക്ക് അഫോർഡബിൾ റേറ്റിന് കിട്ടുകയും ചെയ്യും. പിന്നെ കുറേ കുർത്താസൊക്കെ ഉണ്ട്. ഞാനത് കുർത്താസ് കൂടുതൽ എടുത്തില്ല. കാരണം ഞാൻ ഇത്തവണ കുറച്ചും കൂടി ഒരു വെസ്റ്റേൺ സ്റ്റൈല് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഞാൻ പോയത് ബ്ലാക്ക് ഓർ വൈറ്റ് അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഭാഗ്യത്തിന് അവിടെ ഉണ്ടായിരുന്നതിൽ ഒട്ടുമുക്കാലും എനിക്കിഷ്ടപ്പെടുന്ന പോലെ, ഞാൻ നോക്കുന്ന പോലത്തെ പാറ്റേൺസ് ആയിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്ന കുറേ ഫ്രോക്സും പിന്നെ ടീഷർട്ടും ഷർട്ടും എല്ലാം കണ്ടിരുന്നു. അപ്പോൾ ഞാനും ഹാപ്പിയായി. പിന്നെ ഈ ഒരു കോഡ് സെറ്റ് ഉണ്ടല്ലോ, കോഡ് സെറ്റിൻ്റെ മിക്കതിനും ഈ ഒരു റേറ്റാണ് വരുന്നത്. അതായത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം, അല്ലാതെ പെയർ ചെയ്തിട്ടും എടുക്കാം. അപ്പോൾ ഈ ഒരു കോഡ് സെറ്റ് ഫുള്ളായിട്ട് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1200, 1500 ബിലോ ആയിട്ടാണ് മിക്കതിനും വരുന്നത് കോഡ് സെറ്റിനൊക്കെ. പിന്നെ ഹക്കോബയുടെ കോഡ് സെറ്റിന് കുറച്ചും കൂടി റേറ്റ് കൂടുതലായിരിക്കും, ഒരു 2000 ബിലോ, 1800 അങ്ങനെയൊക്കെ റേറ്റിൽ വരും എന്ന് തോന്നുന്നു എനിക്ക്. പിന്നെ ഇന്നർ വെയറിൻ്റെ സെക്ഷനും അവർ സീംലെസ് ആയിട്ടുള്ളത് കുറേ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും, നമുക്ക് പറ്റുന്ന എല്ലാ കളേഴ്സും അവിടെ ബേസിക് കളേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ടീഷർട്ട് ഡ്രൈയും എല്ലാം വരുന്നുണ്ട്. എല്ലാത്തിനും അഫോർഡബിൾ റേറ്റ് ആണ്. പിന്നെ മെറ്റീരിയൽ ആണെങ്കിലും നമുക്ക് ഇച്ചിനെസ് ഒന്നും വരാത്ത രീതിയിലുള്ള നല്ല മെറ്റീരിയൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ പ്രിന്റഡ് കോഡ് സെറ്റ് എനിക്ക് ഭയങ്കര ബഹളമായിട്ട് തോന്നി. പക്ഷേ ഇഷ്ടപ്പെടുന്നവർക്ക് ഇടാം കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പം കോഡ് സെറ്റ് ആയിട്ട് എടുക്കാതെ നമുക്ക് ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് ഷർട്ടോ അല്ലെങ്കിൽ പ്രിന്റഡ് പാൻസ് ആയിട്ട് അങ്ങനെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇത്തവണ എനിക്ക് ഇഷ്ടപ്പെട്ടതിൽ കൂടുതലും കോഡ് സെറ്റ് ആയിരുന്നു. പിന്നെ ഈ ഒരു നൈറ്റ് വെയർ സെക്ഷനിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അതിൻ്റെ ഒരു നമ്മളിങ്ങനെ തൊട്ടൊരു ബട്ടറി സ്മൂത്ത് എന്നൊക്കെ പറയില്ല, അതുപോലെ നല്ല മെറ്റീരിയൽ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത്. നൈറ്റ് ഡ്രസ്സൊക്കെ ആകാൻ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഏകദേശം നമുക്കൊരു 1000 ബിലോ ആയിട്ടൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരിക. പ്രിൻസും നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല ബോ പ്രിൻ്റ് അല്ലെങ്കിൽ ഫ്ലമിംഗോ പ്രിൻ്റ്, ചെറിയ ചെറിയ പൂക്കൾ, ഫ്ലവർ പ്രിൻസ് ഒക്കെ വരുന്നത് നല്ല പിൻട്രസ്റ്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള അങ്ങനത്തെ നൈറ്റ് ഡ്രസ്സായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു സെറ്റ് ഫുള്ളായിട്ട് 500 ആണ് വരുന്നത്. ടീഷർട്ടും ഷോർട്ട്സും കൂടി ഒരുമിച്ച് വരുന്നതാണ്. അത് നല്ല മെറ്റീരിയലായിരുന്നു. പക്ഷേ എനിക്ക് മറ്റേതാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. ആ പ്രിൻ്റഡ് ഫ്ലവറിൻ്റെ വരില്ലേ, വൈറ്റിൽ ഫ്ലവർ, എന്താണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത്. പിന്നെ ഞാൻ പോയത് കിഡ്സ് വെയറിലാണ്. കിഡ്സ് വെയർ, ബോയ്സിൻ്റെ കിഡ്സ് വെയറിലാണ് ഞാൻ പോയത്. ഗേൾസിൻ്റെ ഞാൻ അത്രയും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു എലിഫൻറ്റ് പ്രിൻ്റ് ഞാനത് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം എടുത്ത് നടന്നു. പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചു. അത് നന്നായി. കാരണം ഞാൻ വീട്ടിൽ വന്നിട്ട് വാട്സാപ്പ് തുറന്നപ്പോൾ ഒരു സ്റ്റാറ്റസിൽ ഇതേ ഡ്രസ്സ് ഇട്ട് വേറൊരു കുട്ടി ഇരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു
സ്തുതിയായിരുന്നു. നമ്മൾ പിന്നെ അത് പ്രതീക്ഷിക്കും. എന്നാലും അത് എടുക്കാതിരുന്നത് നന്നായി എന്ന് തോന്നി. പിന്നെ ഇതുപോലത്തെ ആനിമൽ പ്രിന്റ്സ് നല്ല രസമുണ്ട് അവിടെ കാണാനായിട്ട്. ഷേർട്സ് നല്ല രസമുണ്ടായിരുന്നു ഇത്തവണ കാണാനായിട്ട്. അപ്പൊ ഈ ലെപ്പേർഡൊക്കെ വരുന്നത്, പിന്നെ ഡോഗിന്റെ പ്രിന്റ് വരുന്നത്, എല്ലാം നല്ല കുട്ടികൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല ഫാബ്രിക്കിൽ, നല്ല കോട്ടൺ മെറ്റീരിയലാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊരു മെൻസ് ഷർട്ടാണ്. ഇതിന് 600 ആണ് റേറ്റ് വരുന്നത്. ടൈ ആൻഡ് ഡൈ മോഡലിൽ വരുന്നത്. അപ്പൊ ഞാനും കുറച്ച് ഡ്രസ്സ് ഇങ്ങനെ വെറുതെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചത് പോലത്തെ കിട്ടുവാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നോക്കിയത്. അപ്പൊ എനിക്ക് ഈ ഒരു ഷർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങക്ക് ഇഷ്ടപ്പെട്ടോ?